ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നോട് വളരെ എളുപ്പത്തിലൊരു സ്റ്റാർട്ടർ ഉണ്ടാക്കുകയാണ് കേട്ടോ, അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിനെ നമ്മൾക്ക് നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ക്യാപ്സിക്കോ ക്യാരറ്റോ ഒന്നും തന്നെ ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇതിനെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിന് പകരം മൈദ മാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണോളം കോൺഫ്ലോർ, ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. കോൺഫ്ലോർ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഇടയിൽ തന്നെ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്താൽ മാത്രമാണ് 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനും കൂടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ 2 സൈഡിലും ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ച കോൺഫ്ലോർ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഇനി ഇതിനെ ഇതുപോലെ തന്നെ കോരി മാറ്റാം. മുഴുവനായിട്ടും ഇതിനെ കോരി മാറ്റാം. നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഉള്ളിലൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുമെന്ന്. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ വളരെ കുറച്ച് കനം കുറച്ചാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം കോൺഫ്ലോർ വേറെ തന്നെ ഞാനിതുപോലെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, സവാള വലുതായി അരിഞ്ഞതാണ് കേട്ടോ ഇത്. സവാള, തക്കാളിയുടെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് അത് ഒരെണ്ണം, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. ഞാനിവിടെ ഒരു കടായി ഇത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ തന്നെയാണ് കേട്ടോ. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കണം. ഒരു സവാളയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, വലുതാക്കിയിട്ട്. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇങ്ങനെ വഴന്ന് കിട്ടുമൊന്നും വേണ്ട, പച്ചമണം ഒന്നും മാറുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല. ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് കടായിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഈ കുരുമുളകൊക്കെ നന്നായിട്ട് ഈ ഒരു സവാളയിലും തക്കാളിയിലൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഇനി ഇവിടെ ഞാൻ ഒരു 1/2 സ്പൂണോളം സോയാ സോസാണ്, ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ 3 സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സോസൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിലും സവാളയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ 2 സ്പൂൺ എടുത്ത് വെച്ചിരുന്നു. അതിൽ ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ സോസൊക്കെ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാം. വെറും 5 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ചൈനീസ് വിഭവങ്ങളൊക്കെ
നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 പിടി സ്പ്രിങ് ഓണിയനും 2 പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മളധികം മസാലയൊന്നും ചേർക്കാതെ. അപ്പോൾ അതാ കാണാനും നല്ല ഭംഗിയാണ്. ഒത്തിരി വിലയാണ് കേട്ടോ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള പൊട്ടറ്റോ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇത് മാത്രം ഇങ്ങനെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി റെസിപ്പിയാണ്.